السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومعشوقنا ومحبوبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രശസ്ത വലിയും സൂഫി വീരനുമായ ബഹുമാനപ്പെട്ട അഷേഖ് ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ രചിച്ച പ്രവാചക പ്രകീർത്തന കാവ്യമായ അല്ലഫുൽ അലിഫ് ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 15ാമത്തെ ഭാഗമാണ് ഇന്ന് നടത്തുന്നത്. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് കോർത്തിണക്കിയ വളരെ മനോഹരമായി ലോകപ്രശസ്ത മധുകാവ്യങ്ങളിൽ എണ്ണപ്പെട്ട ഒരു ഖസീദയാണ് അല്ലഫുൽ അലിഫ്. അതിൻ്റെ വരികളിൽ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന ബൈത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്, വളരെ അത്ഭുതകരമായി അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു മനോഹരമായ ബൈത്തായതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അത് കാണുകയും കൂടി ചെയ്താൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ SKSF-ന്റെ ഔറാദ് വൽ മനാഖിബ് എന്നുള്ള ആ സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കേഷനിലുള്ള ബൈത്ത് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഈ അല്ലഫൽ അലിഫ് എന്നുള്ള ഖസീദ ലഭിക്കുന്നതാണ്. അത് നമ്മൾ ഓപ്പണാക്കിയിട്ട് അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയാൽ, അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ മനോഹരമായി നമുക്കിതിനെ ആസ്വദിക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ ബൈത്തിലേക്ക് കടക്കുകയാണ്. ഐൻ എന്നുള്ള അക്ഷരത്തിൽ ആരംഭിക്കുന്ന ആ വരിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐനു ഐനിൻ ഐനു ഹഖ്ഖിൻ ഐനു അയ്യാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله. വളരെ അത്ഭുതപ്പെട്ട വളരെ മനോഹരമായ ബൈത്താണിത്. ഐൻ എന്നുള്ള അക്ഷരത്തിൽ ആരംഭിക്കുന്ന ബൈത്താണ്. അതോടൊപ്പം ആ വാക്ക് തന്നെ പല തവണ ഈ ബൈത്തിൽ, ഈ വരിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഐനു ഐനിൻ ഐനു ഹഖ്ഖിൻ ഐനു അയ്യാനിൻ ഫമാ ഐനുൻ എന്നിങ്ങനെ പല തവണ. എന്നാലോ ഓരോ പ്രാവശ്യവും ആ വാക്കിന്റെ അർത്ഥം വ്യത്യസ്തമാണ് എന്നതാണ് ഇതിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതാണ് നമുക്കതിന്റെ ലളിതമായി നമുക്ക് അതിനെ മനസ്സിലാക്കി നോക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐൻ എന്നുള്ള വാക്കിന് അറബി ഭാഷയിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ സാധിക്കും.
സാധാരണ നമ്മൾ കേൾക്കുന്ന നമുക്ക് പരിചിതമായ പല അർത്ഥങ്ങളും അതിൽപ്പെട്ട ഒന്നാണ് ഐന് എന്നുള്ള വാക്കിന് കണ്ണ് എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന നമ്മുടെ കണ്ണ്. പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തിൽ കാണാം, അലം നജ്അൽ ലഹു ഐനൈനി, അവന് നാം 2 കണ്ണുകൾ കൊടുത്തിട്ടില്ലേ. അവിടെ ഐൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കപ്പെട്ടത് കണ്ണ് എന്നുള്ള അർത്ഥത്തിനാണ്. മറ്റൊരു അർത്ഥമാണ് അരുവി, നദി എന്നുള്ള അർത്ഥം. അതാ വെള്ളം ഉറവ് പൊട്ടി ഒഴുകുന്ന അതിന്റെ ഉറവിടം. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഭാഗത്ത് കാണാം, ഫീഹിമ ഐനാനി തജ്രിയാൻ, ആ 2 സ്വർഗങ്ങളിലുമുണ്ട് ഐനാനി തജ്രിയാൻ, ഒഴുകുന്നതായ 2 നദികളുണ്ട്, അരുവികളുണ്ട്. മറ്റൊരർത്ഥം ഐന് എന്നുള്ളതിന് അഹ്ലുൽ ബലദി, അതേപോലെ അഹ്ലുദ്ദാരി, ഒരു നാട്ടിലുള്ള ആ നാട്ടുകാർക്ക് മൊത്തമായി ഐന് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ആളുകൾക്ക് മൊത്തമായി ഐൻ എന്ന് പറയും. അതുപോലെ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് ഐന് എന്ന് പറയും. CID എന്നൊക്കെ നമ്മൾ പറയുന്ന അവർക്ക് ഐൻ എന്നാണ് ഒരു ഉപയോഗം. മറ്റൊന്ന്, ഒരു പട്ടാളത്തിന്റെ നേതാവിന് റഈസുൽ ജയ്ഷ്, പട്ടാളത്തിന്റെ നേതാവിന് ഐൻ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഒരു വസ്തുവിന്റെ സത്ത, അതിന് ഐൻ എന്ന് പറയും. മറ്റൊരു അർത്ഥമാണ് ഷംസ്, സൂര്യൻ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അറബി ഡിക്ഷണറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ് ഐൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാക്ക് അദ്ദേഹം കൊണ്ടുവരലിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിച്ചതായ, നബി തങ്ങളുടെ സ്ഥാനത്തോടും ഷറഫിനോടും മഹത്വത്തോടും യോജിക്കുന്ന ഏത് അർത്ഥവും നമുക്ക് ഇവിടെ കൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു സിമ്പിളായ ഒരു വരിയാണെങ്കിലും നബിത്തങ്ങളിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഏത് അർത്ഥവും നമ്മൾ ഓരോ ഐൻ എന്നുള്ള ഈ വാക്കിനൊക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിശാലമായ പേജുകളോളം വിശദീകരിക്കപ്പെടേണ്ട ഒരു അർത്ഥതലത്തിലേക്ക് ഈ വരികൾ എത്തിച്ചേരും. മഹാനവറുകൾ അല്ലാഹു നൽകിയ വലിയൊരു തൗഫീഖാണിത്. നമ്മൾക്ക് 1-2 അർത്ഥങ്ങൾ ഇതിനെ വെച്ച് നോക്കാം. ഐനു ഐനിൻ, ഇവിടെ ഐൻ, ഒന്നാമത്തെ ഐനിനൊക്കെ കണ്ണ് എന്നുള്ള അർത്ഥം നമ്മൾ വെച്ചാൽ, രണ്ടാമത്തെ ഐൻ എന്നുള്ളതിന് അൽ ജമാഅത്തു അഥവാ ജമാഅത്തുൽ ഖൽഖി, സൃഷ്ടികൾ. അപ്പൊ ഇവിടെ മഹാന്മാർ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നത്, അങ്ങനെ നമ്മൾ ഈ 2 വാക്കുകൾക്ക് അർത്ഥം കൊടുത്താൽ അവിടെ എന്തർത്ഥം വരും? സൃഷ്ടികളുടെ കണ്ണിന്റെ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കുന്നതിൽ, അവര് പിഴച്ച മാർഗത്തിൽപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ആ സമുദായത്തിന്റെ കണ്ണ് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഥവാ അവിടെ കണ്ണിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ഐനു ഐനിൻ അഥവാ ഐനിൻ എന്ന് കാഫിനെ അവിടെ നമ്മൾ എന്താക്കണം, സങ്കല്പിക്കണം എന്ന് മഹാന്മാർ പറയുന്നു. ഇനി ഒന്നാമത്തെ ഐനിന് ഷംസ് എന്നുള്ള അർത്ഥം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ വാക്കിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ സമുദായം, അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ എന്ന് അർത്ഥം കൊടുത്താൽ, ആ സൃഷ്ടികൾക്ക് മുഴുവനും ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്ന, സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന, ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഷംസ് പോലെയാണ്, കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കണ്ടോ, എത്ര മനോഹരമാണ്.
നബിസ്തങ്ങൾക്ക് യോജിച്ച ഏത് അർത്ഥവും നമ്മളതിന് കൊടുത്തു കഴിഞ്ഞാലും അത് നബിത്തങ്ങളുടെ മദ്ഹായിട്ട് മാറുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ ബുർദയിൽ പറഞ്ഞല്ലോ, വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിലേക്ക് ഷറഫായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ നിങ്ങൾ എന്താക്കിക്കോ, ചേർത്തി പറഞ്ഞു. വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി, മഹത്വമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താക്കിക്കോ പറഞ്ഞു എന്നാണ്. അതൊന്നും ഏറുകയില്ല, എത്ര പറഞ്ഞാലും തീരാത്ത ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നബിത്തങ്ങളോട് യോജിക്കുന്ന ഏത് അർത്ഥവും ചേർത്തി കൊടുക്കാമെന്ന് ഈ ബൈത്തിന്റെ ഹാഷിയയിൽ മഹാന്മാർ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള സൃഷ്ടികൾക്ക് മുഴുവനും ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ, സന്മാർഗദിശ കാണിച്ചു കൊടുക്കുന്ന ആ വിഷയത്തിൽ ഒരു സൂര്യനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ണ് പോലെയാണ് എന്നൊക്കെ മഹാന്മാർ ഇതിനർത്ഥം വെച്ചു. ഇനി രണ്ടാമത്തെ അർത്ഥമായിട്ട് മഹാന്മാർ പറയുന്നത്, അയ്യന് എന്നുള്ളതിന് സയ്യിദ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതായത് ഒരു സമുദായത്തിലെ നേതാവ് അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന വ്യക്തി എന്നുള്ള അർത്ഥം കൊടുത്താൽ, രണ്ടാമത്തെ അയിൻ എന്നുള്ള വാക്കിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമുദായം അല്ലെങ്കിൽ ലോകത്തുള്ള സൃഷ്ടികൾ എന്നിങ്ങനെ അർത്ഥം കൊടുത്താൽ, അയിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളുടെ നേതാവാണ്. സൃഷ്ടികളിലൂടെ അവരിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള അർത്ഥം അയിൻ എന്നുള്ള ഒന്നാമത്തെ ആ വാക്കിനേക്ക് സയ്യിദ് അല്ലെങ്കിൽ അൽ കബീർ, സമുദായത്തിലെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലെ വലിയ ആള്, നേതാവ് എന്നുള്ള അർത്ഥം വരുന്ന ആ അർത്ഥം നമ്മൾ കൊടുത്താൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യോജിച്ച മദ്ഹായിട്ട് മാറുമെന്ന് മഹാന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് അയ്യിനു ശൈഇ നഫ്സുഹു. ഒരു വസ്തുവിന്റെ അയ്യിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സത്ത എന്നുള്ള അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ അയ്യിൻ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും, അതേപോലെ തന്നെ അൽ ഖൽഖു ജമീഉഹും, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ ജീവജാലങ്ങളും എന്നുള്ള അർത്ഥം രണ്ടാമത്തെ അയ്യിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അള്ളാഹു അല്ലാത്ത മറ്റുള്ള എല്ലാ വസ്തുക്കളുടെയും സത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ അർത്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് നോക്കിയാൽ വളരെ വാസ്തവമാണ് എന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് അള്ളാഹു ആദ്യമായി പഠിച്ചത്. ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും പഠിച്ചത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഹദീസിൽ വന്നതാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അവ്വലു മാ ഖലഖല്ലാഹു റൂഹി, ആദ്യമായി അള്ളാഹു പഠിച്ചത് എന്റെ ആത്മാവിനെയാണ്, എന്റെ റൂഹിനെയാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ ആദ്യമായി അള്ളാഹു പഠിച്ചത് എന്റെ നൂറിനെയാണ്, മറ്റുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു പഠിച്ചത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ്. എന്നിങ്ങനെ വരുമ്പോൾ ആദ്യ സൃഷ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ്, അതിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും പഠിച്ചത് എന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സൃഷ്ടികളുടെയും സത്തയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഒന്നാമത്തെ അയിനിന് സത്ത എന്നുള്ള അർത്ഥം. ഇങ്ങനെ നമ്മൾ ഓരോ അർത്ഥങ്ങളും ചേർത്ത് നോക്കുമ്പോൾ മനോഹരമായിട്ട് ഓരോ
വരികളായി ഓരോ പേജുകളായി നമ്മൾ വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ബൈത്ത് ഉള്ളത്. എന്തായാലും നമുക്ക് ചുരുക്കി ഇത്ര മനസ്സിലാക്കാം. ഒന്നാമത്തെ ഐനു ഐനൻ എന്നുള്ള വാക്കിന് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം ഐനു ഹഖിൻ. ഹഖിന്റെ ഐനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹഖ് എന്ന് പറഞ്ഞാൽ ളിദ്ദുൽ ബാത്തുൽ. ബാത്തുൽ എന്ന് നമ്മൾ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, നേരെ എതിരാണ് ഹഖ് എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ബാത്തുലായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഹഖിൽ ഉറച്ചു നിന്ന് ജീവിച്ച് വഫാത്തായതുകൊണ്ട് തന്നെ ആ ഹഖ് വട വെളിവാക്കാൻ വേണ്ടി ലോകത്ത് ഹഖായ ദീനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയും ലോകം മുഴുവനും ഈ ഹഖായ ദീനെ പ്രചരിപ്പിക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്ത് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐനു ഹഖിൻ, ഹഖ് തന്നെയാണ്. അവിടെ ഐന് എന്നുള്ളതിനേക്ക് പല അർത്ഥങ്ങളും മഹാന്മാർ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ആദ്യമായി നമ്മൾ വിശദീകരിച്ചതുപോലെ ഐനിന്റെ പല അർത്ഥങ്ങളിൽപ്പെട്ട അർത്ഥമാണ് ഉറവിടം. വെള്ളത്തിന്റെ ഒക്കെ ഉറവ പൊട്ടുന്ന അതിന്റെ ഉറവിടം എന്നുള്ള അർത്ഥം. അപ്പൊ ഐനു ഹഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖിന്റെ ഉറവിടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര മനോഹരമാണ് ഐനിന് പല അർത്ഥങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, തങ്ങൾ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഹഖായ ദീനിനെ ഇവിടെ വെളിവാക്കിയത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ. ഹഖായ ദീനിദാ വന്നിരിക്കുന്നു. ജാഅൽ ഹഖ് ഉണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായ ദീനിനെ ഇവിടെ നിലനിർത്തിയത്. അന്ധകാരനിബിഡമായ ആ ലോകത്തിന് മുഴുവനും ഹഖായ ദീനിന്റെ ഹിദായത്തിന്റെ വെള്ളിവെളിച്ചം വീശിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഐനു ഹഖിൻ, ഹഖിന്റെ ഉറവിടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അടുത്ത വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഐനു അയ്യാനിൻ. എവിടെയും ഒന്നാമത്തെ ഐന് എന്നുള്ള വാക്കിന് മഹാന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം സയ്യിദ് എന്നാണ്. നാം നേരത്തെ ആദ്യം പഠിച്ചു, ഐന് എന്നുള്ളതിന് ഒരു കൂട്ടം ആളുകളിലെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിക്ക്, സയ്യിദിന്, എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിക്ക് ഐന് എന്ന് ഉപയോഗിക്കും. ആ അർത്ഥം കൂടെ കൊടുക്കാം. അപ്പോ അയ്യാൻ എന്ന് പറഞ്ഞാലോ, അയ്യാൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ മറ്റൊരർത്ഥമുണ്ട്. കബീറുൽ ഖൗമി വ ശരീഫുഹും, അതേപോലെ തന്നെ സാദാത്തുഹും, ഒരു നാട്ടിലുള്ള ഏറ്റവും ആദരിക്കപ്പെടുന്ന ആളുകൾ, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ, അവരുടെയൊക്കെ സയ്യിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. ഇപ്പൊ ഇവിടെ മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത്, ഇവിടെ അയ്യാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എന്നുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ മുഴുവനും അവരുടെയൊക്കെ സയ്യിദാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ്. അവർക്കൊക്കെ എന്ത് മഹത്വങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, എന്ത് പദവികളും ബഹുമാനവും കറാമത്തുകളും മുഅ്ജിസത്തുകളും ഈ വിലായത്തും എന്തും ലഭിച്ചിട്ടുണ്ടോ, അതൊക്കെ ആര് മുഖേനയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഫഇന്നഹു ശംസു ഫളലിൻ ഹും കവാകിബുഹാ, ബുർദയിൽ പറഞ്ഞല്ലോ. ഫഇന്നഹു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശംസു ഫളലിൻ, ഔദാര്യത്തിന്റെ സൂര്യനാണ്. ഹും കവാകിബുഹാ, ഈ അമ്പിയാക്കൾ, കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും മുഴുവനും കവാകിബുഹ, അവർ ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ സൂര്യനിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ സൂര്യനിൽ നിന്നും അവർക്ക് ലഭിച്ചതാണെന്നാണ്. നബി തങ്ങളുടെ ഫضലാണ് അവർക്കൊക്കെ ലഭിച്ചതെന്ന്. അത്രയും ഒരുപാട് ആഴങ്ങളിലേക്ക്
നമ്മെ കൊണ്ടുപോകുന്ന അർത്ഥങ്ങളാണ് ഈ വാക്കിനൊക്കെയുള്ളത്. അയ്യു, അയ്യാൻ. അയ്യാൻ എന്നുള്ളതിനൊക്കെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക, അറബി ഭാഷയിൽ ഒരു നാട്ടിലെ അയ്യാൻ എന്ന് പറഞ്ഞാൽ സാദാത്തുഹ വ അഷ്റാഫുഹ, ആ നാട്ടിൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾക്ക് ആ നാട്ടിലെ അയ്യാനുൽ ബലദ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സമൂഹത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് നടത്തി സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് പറയാറുണ്ട്. ചില മന്ത്രിസഭക്കൊക്കെ മജ്ലിസുൽ അയ്യാൻ എന്ന് പറയും. അത് ആ സമുദായത്തിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് അവരൊരുമിച്ച് കൂടുന്ന മജ്ലിസുകൾക്ക് മജ്ലിസുൽ അയ്യാൻ എന്ന് പറയും. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ അയ്യാൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിലേക്ക് അടുത്ത ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവരുടെ മുഴുവനും സയ്യിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മആലി ആൽ. ഫമാ ഐനുൻ തറാ, ഒരു കണ്ണും കണ്ടിട്ടില്ല. ഐൻ എന്നുള്ള വാക്ക് വീണ്ടും ആവർത്തിച്ചു വന്നു. ഇവിടെ അർത്ഥം കണ്ണ് എന്നുള്ള അർത്ഥമാണ്. ഫമാ ഐനുൻ തറാ, ഒരു കണ്ണും കണ്ടിട്ടില്ല. അതായത് ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും കണ്ടിട്ടേയില്ല. അബ്ദൻ, ഒരു അടിമയെയും, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരു അടിമയെയും ഒരു കണ്ണും കണ്ടിട്ടില്ല. എങ്ങനത്തെ? അദീലൻ, തുല്യരായിട്ട്. അദീല് എന്ന് പറഞ്ഞാൽ മസീലൻ, തുല്യരായിട്ട് കണ്ടിട്ടില്ല. മൻ, ഒരുത്തരോട് തുല്യരായിട്ട്. എങ്ങനത്തെ ഒരുത്തരാണ്? ഇലൽ മആലി, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവർ ആലിൻ, ഉയർന്നിരിക്കുന്നു. അപ്പൊ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കിടപിടിക്കുന്ന, തങ്ങളോട് തുല്യരായിട്ട് ഒരാളെയും ഒരു കണ്ണും കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല എന്ന് മഹാനായ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഇവിടെ നമ്മോട് ഉണർത്തുകയാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നു, വഖദ് അഷാറ, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഈ ബൈത്ത് കൊണ്ട്, ഈ വരി കൊണ്ട്, ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മആലി ആൽ എന്നുള്ള ഈ ഭാഗം കൊണ്ട് ഇശാറത്താക്കി സൂചിപ്പിക്കുന്നു. ഇലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈസ ലഹു നളീറുൻ, നബി തങ്ങൾക്കൊരു നളീറില്ല. ഫി ആലമിൽ ഗൈബി വലാ ഫി ആലമിൽ ഷഹാദ, ആലമുൽ ഗൈബിലോ ആലമുൽ ഷഹാദയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുല്യരായിട്ട് ഒരാളുമില്ല. കാരണം ലിഅന്നഹു ലം യുഖ്ലഖ മിസ്ലുഹു അബദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലത്തെ ഒരാള് ഇതുവരെ പടക്കപ്പെട്ടിട്ടില്ല. വലാ യുഖ്ലഖ്, ഇനി ഒരിക്കലും അതുപോലത്തെ ഒരു സൃഷ്ടിയെ അള്ളാഹു ഇനി പടക്കുകയുമില്ല എന്നാണ് അല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മഹബത്തിന്റെ ആ നനവ് നമ്മുടെ കൽബിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള വളരെ മനോഹരമായ ബൈത്താണ് ഈ അല്ലഫുൽ അലിഫ് എന്നുള്ള ബൈത്ത്. ഇലൽ മആലി എന്നുള്ളതിന്റെ അർത്ഥത്തിൽ മഹാന്മാർ പറയുന്നു, ഐ ഇലൽ മഖാമാത്തിൽ അലിയത്തിൽ മഅനവിയ്യത്തി വൽ ഹിസ്സിയ്യത്തി എന്ന്. അത് ഒന്നും കൂടി ആഴത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഉന്നതമായ സ്ഥാനം, അത് മഅനവിയായ സ്ഥാനവും ഹിസ്സിയായ സ്ഥാനവും എന്ന് പറഞ്ഞാൽ, ഹിസ്സിയായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന സമയത്ത് നബിത്തങ്ങൾക്കുണ്ടായ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും ഉന്നതമായ ആ ജീവിത ശൈലിയുമൊക്കെ ഫി മഹാമിദിൽ അഖ്ലാഖി വ മകാരിമിശ് ശിയമി എന്നാണ്. ഹത്താ ബലഗ അലാഹ മർതബതൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചപ്പോൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞതാണല്ലോ.
അലാ ഖുലുഖിൻ അളീം എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷണം. അതിപ്പോ ഹിസ്സിയായ ഒരു ഉന്നതിയാണ്. ഇനി മഅനവിയായ ഉന്നതി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹു ഒരാൾക്കും എത്തിച്ചേരാൻ പറ്റാത്ത, ഒരു മലക്കിന് പോലും മുഖറബായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥാനത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവുകയും അങ്ങനെ ഇനി ഒരിക്കലും ഒരാൾക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അത്രയും ഉന്നതമായ മഖാമിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ റബ്ബ് തആല കൊണ്ടുപോയിട്ട് ഇനി ഒരിക്കലും അതിനെ കടപിടിക്കാൻ ഒരാളെയും അള്ളാഹു സൃഷ്ടിക്കാത്ത വിധത്തിൽ ആക്കി മാറ്റി. അതാണ് അപ്പോൾ ഹിസ്സിയായ അതേപോലെ തന്നെ മഅനവിയായ എല്ലാ മഖാമാത്തുകളും എല്ലാ സ്ഥാനങ്ങളും നേടിയതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സ്ഥാനങ്ങളിലേക്ക് ഉയർന്നതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടപിടിക്കുന്ന, തങ്ങളോട് തുല്യരായ ഒരാളെയും ഫമാ ഐനുൻ തറാ, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണാനും പോകുന്നുമില്ല എന്ന് അള്ളാഹിന്റെ റസൂലിനെ ഖൽബ് കൊണ്ട് ഒരുപാട് സ്നേഹിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ മാത്രമായി അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും മനോഹരമായി കോർത്തിണക്കിയ വളരെ സൗന്ദര്യമുള്ള മദ്ഹിന്റെ കാവ്യമായ അല്ലഫുൽ അലിഫുൽ മഹാനവറുകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ആസ്വദിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് ഇതിനെ പഠിക്കുവാനും അത് മുഖേന അള്ളാഹിന്റെ റസൂലിനെ ഖൽബ് കൊണ്ട് ഒരുപാട് സ്നേഹിക്കുവാനും നിബിത്തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി റസൂലുള്ളാഹിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഈ ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മൾ കാരണമായിട്ട് ആർക്കെങ്കിലും ഇത് കേട്ടുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്പമെങ്കിലും ഖൽബിൽ സ്നേഹം ഉണ്ടാവാൻ കാരണമാവുകയും അത് മുഖേന ആ മനുഷ്യൻ സലാത്തുകളോ മറ്റോ ചൊല്ലാൻ ആരംഭിച്ചാൽ അത് മതിയാവും നമ്മുടെ ആഖിറത്തിലും നമ്മുടെ ഖബറിലും വളരെ ഉപകാരം കിട്ടുന്ന ഒരു അമലായിട്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ കേട്ടതും ചെലവഴിച്ചതും ആ സമയം അല്ലാഹുവിന്റെ റസൂലും പൊരുത്തപ്പെട്ട ഒരു ഇബാദത്താക്കി അല്ലാഹു അത് സ്വീകരിക്കട്ടെ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കാൻ അള്ളാഹു ഇത് നമുക്കൊരു സബബാക്കി മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.